ഹലോ, നമ്മളിന്ന് വാവയ്ക്ക് കൊടുക്കാനുള്ള ഞവര എങ്ങനെയാണ് കുറുക്കിയെടുക്കണേന്ന് നോക്കാം. ഈ ഞവര അരി കടയിൽ നിന്ന് വാങ്ങിയതാണേ. ഇതിനെ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്തതാണ്. ഇതിനെ നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചതിന് ശേഷം നമ്മളിതിനെ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ ട്രിപ്പിൽ തന്നെ തരിത്തരിപ്പില്ലാതെ കിട്ടണമെന്നില്ല. അതുകൊണ്ട് 2-3 തവണയായിട്ട് പൊടിച്ച് അതിൻ്റെ തരിത്തരിപ്പെല്ലാം മാറ്റി നല്ല രീതിക്ക് അരിച്ചെടുക്കുക. എന്നിട്ട് ഇതിനെ ഒരു എയർ ടൈറ്റ് ജാറിൽ അടച്ച് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഈ ഞവര ചിലവർ കുറുക്കി കൊടുക്കാറുണ്ട്, ചിലവർ അതല്ലാണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി വെച്ച് കൊടുക്കാറുമുണ്ട്. ഇത് കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വളരെ നല്ലതാണ്. ഞാനിവിടെ മോക്ക് കുറുക്കി കൊടുക്കാറ് പനങ്കൽക്കണ്ടിലാണേ. ചിലവർ കരിപ്പോട്ടിയിലും കുറുക്കി കൊടുക്കാറുണ്ട്. ഈ പനങ്കൽക്കണ്ട് നമുക്ക് സ്റ്റോഴ്സിൽ ഈസി അവൈലബിൾ ആണ്. പനങ്കൽക്കണ്ടിൽ ചെറിയ രീതിയിൽ മണ്ണും തരിതരിപ്പൊക്കെ കാണും. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെ വെള്ളത്തിലൊന്ന് കഴുകിയതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ പനങ്കൽക്കണ്ടിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് ഗ്യാസിൽ വെച്ച് അലിയിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിനൊന്ന് അരിച്ചെടുക്കാവുന്നതാണ്. ഇനി ഈ അരിച്ചെടുത്ത പനങ്കൽക്കണ്ടിൻ്റെ പാനീയം നമുക്ക് ആ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഞവര നമുക്ക് എടുക്കാം. ഈ സ്പൂണ് കണ്ടപ്പോൾ ചിലർക്കെങ്കിലും ഓർമ്മ വന്ന് കാണും. ഈ ഫോർമുല മിൽക്കിൻ്റെ കൂടെ സിമിലാക്കിൽ നമുക്ക് കിട്ടുന്ന സ്പൂണാണിത്. ഇതിൻ്റെ 1 സ്പൂണാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. കാരണം ആദ്യമായിട്ടാണ് ഞാൻ മോക്ക് ഞവര കൊടുക്കുന്നത്. ഒന്ന് കൊടുത്ത് നോക്കിയതിന് ശേഷം പിന്നെ 1 സ്പൂണും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കൊടുത്ത് നോക്കാം. ഇതിനെ നമുക്ക് മിക്സിയിൽ ശകലം വെള്ളം കൂടി മിക്സ് ചെയ്ത് ഒന്ന് അടിച്ചെടുക്കാം. പെട്ടെന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതും കൂടി നമുക്ക് പാനിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് നമുക്കിതിനെ ഒന്ന് മെല്ലെ കുറുക്കിയെടുക്കാം. അരിയുടെ തരികളായതുകൊണ്ട് തന്നെ നമുക്കിത് വേകാൻ ഒരു 5 തൊട്ട് 7 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോളം നമ്മൾ സ്ലിമ്മിലിട്ട് ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കണം. ഞാൻ വേകാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് വേറൊരു ബൗളിലോട്ട് മാറ്റാം. ഇത് മോൾക്ക് ഫുഡ് കൊടുക്കുന്ന ബൗളാണേ. ഈ ബൗൾ സെറ്റ് ഞാൻ മീഷോന്ന് കേട്ടോ വാങ്ങിയത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാവേ. ഈ ഞവരക്കുറുക്ക് കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് വയ്ക്കാൻ വളരെ നല്ലതാട്ടോ. ഇനിയും ഇതുപോലുള്ള ബേബി ഫുഡ് വീഡിയോസായിട്ട് വീണ്ടും കാണാമേ. സ്റ്റേ ട്യൂൺഡ്.